നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 3. 53 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ വസുക്കളെ വസിഷ്ഠൻ മനുഷ്യയോനിയിൽ പിറന്ന മനുഷ്യരായി ജീവിക്കണമെന്ന് ശപിച്ചല്ലോ. അപ്പോൾ അവർ ഗംഗാദേവിയോട് എങ്ങനെ ഈ ആപത്തൊഴിവാക്കാമെന്ന് ചോദിക്കുന്നു. അവിടുന്ന് മനുഷ്യ സ്ത്രീയായി പിറന്ന് ഞങ്ങൾക്ക് ജന്മം നൽകണമെന്ന് അപേക്ഷിക്കുന്നു ഗംഗാദേവിയോട്. അപ്പോൾ ശന്തനുവിൻ്റെ ഭാര്യയായി ഗംഗാദേവി തീരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ജനിക്കുന്ന നിമിഷം തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ജലത്തിലേക്ക് എറിയണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ ശാപമോക്ഷം കിട്ടുന്നതിൽ സംശയമില്ല എന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഗംഗയും പോയി. ഇതിൽ പിന്നെ ആണ് മഹാഭിഷൻ പ്രദീപിൻ്റെ പുത്രനായി ജനിക്കുന്നത്. ആ പുത്രനാണ് മഹാ തേജസ്വിയും സത്യസന്ധനുമായ ശന്തനു എന്ന രാജർഷി. അപ്പോൾ അമിത തേജസ്സായ ആദിത്യനെ പ്രദീപ് മഹാരാജാവ് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആദിത്യനെ സ്തുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗംഗാജലത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ പ്രദീപൻ്റെ വലത്തെ തുടയിൽ കയറി ഇരിപ്പായി. എന്തിനാണ് നീ എന്നോട് ചോദിക്കാതെ എൻ്റെ തുടമേൽ കയറി ഇരിക്കുന്നത് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ അവൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ അവിടുത്തെ കാമിക്കുന്നത് കൊണ്ടാണ് അങ്ങയുടെ മടിയിൽ കയറിയിരുന്നത് എന്നാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും പരസ്ത്രീയെ പ്രാപിക്കുകയില്ല എന്ന്. എൻ്റെ വലത്തെ തുട എൻ്റെ മക്കൾക്കും പുത്രവധുക്കൾക്കും ഇരിക്കാനുള്ള സ്ഥാനമാണെന്നും പറയുന്നു. അതുകൊണ്ട് നീ എൻ്റെ സ്നുഷയായി തീരുക, അപ്പോൾ നിനക്കതിനുള്ള ഭാഗ്യമുണ്ടാകും എൻ്റെ തുടമേൽ ഇരിക്കാനെന്ന് അറിയിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. പിന്നെ ആ സ്ത്രീയെക്കുറിച്ച് ഓർത്തുകൊണ്ട് രാജാവും കൊട്ടാരത്തിൽ എത്തി. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 54. തതക്കാലേന കിയതാ ജാതേ പുത്രേ പയസ്വിനി വനം ജിഗമിഷു രാജ പുത്രം വൃത്താന്തമൂജിവാൻ. ശ്ലോകം 54ൻ്റെ അർത്ഥം. പുത്രനുണ്ടായി കുറേ കാലം കഴിഞ്ഞു. അവൻ താരുണ്യത്തിലെത്തിയപ്പോൾ വാനപ്രസ്ഥനായി കഴിയുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകാൻ തുടങ്ങിയ രാജാവ് പുത്രനെ വിളിച്ച് വിവരം പറഞ്ഞു. ശ്ലോകം 55. വൃത്താന്തം കഥയിത്വാതു പുനരൂജേ നിജം സുതം യതി പ്രയാതി സാ ബാല ത്വാം വനേ ചാരുഹാസിനി. വൃത്താന്തം ധരിപ്പിച്ചിട്ട് വീണ്ടും പുത്രനോട് പറഞ്ഞു, കാട്ടിൽ വെച്ച് ആ പെൺകൊടി പുഞ്ചിരിച്ചുകൊണ്ട് നിൻ്റെ അടുത്തെത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കാമയാനാവരാരോഹ താം ഭജേധാ മനോരമാം ന പ്രഷ്ടവ്യാ ത്വയാ കാസി മന്നിയോഗൻ നരാധിപഃ. ശ്ലോകം 57. ധർമ്മപത്നിം ചതാം കൃത്വാ ഭവിത്വാ ത്വം സുഖീ കില. ഒരു വരിയേ ഉള്ളൂ ആ ശ്ലോകം. ശ്ലോകം 55, 56, 57ൻ്റെ അർത്ഥം. വൃത്താന്തം ധരിപ്പിച്ചിട്ട് വീണ്ടും പുത്രനോട് പറഞ്ഞു, കാട്ടിൽ വെച്ച് ആ പെൺകൊടി പുഞ്ചിരിച്ചുകൊണ്ട് നിൻ്റെ അടുത്തെത്തിയാൽ കാമചാരിണിയും മനോജ്ഞാംഗിയുമായ അവളെ സ്വീകരിച്ചു കൊള്ളണം. നീ ആരാണെന്ന് അവളോട് ചോദിക്കുകയേ വേണ്ട എന്നാണ് എൻ്റെ കൽപ്പന. അവളെ ധർമ്മപത്നിയാക്കിയിട്ട് സുഖമായി ജീവിക്കുക.
സൂത ഉവാച ഏവം സന്ദിശ്യതം പുത്രം ഭൂപതി പ്രീതമാനസഃ. അർത്ഥം: സന്തുഷ്ടചിത്തനായ രാജാവ് പുത്രനോടിങ്ങനെ നിർദ്ദേശിച്ചിട്ട് ദിത്വാ രാജ്യശ്രിയം സർവാം വനം രാജാ വിവേശഃ തത്രാപി ച തപസ്തത്വാ സമാരാധ്യ പരാംബികാം. ശ്ലോകം 57-58 അർത്ഥം: അവളെ ധർമ്മപത്നിയാക്കിയിട്ട് സുഖമായി ജീവിക്കുക. സന്തുഷ്ടചിത്തനായ രാജാവ് പുത്രനോട് ഇങ്ങനെ നിർദ്ദേശിച്ചിട്ട് രാജ്യശ്രീ എല്ലാം പുത്രന് നൽകിയ ശേഷം വനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് തീവ്രമായ തപസ് ചെയ്ത് ജഗദംബികയെ ആരാധിച്ച് കഴിഞ്ഞു. ശ്ലോകം 59-60 ജഗാമസ്വർഗം രാജാസൗ ദേഹം ത്യക്ത്വാ സ്വതേജസാ രാജ്യം പ്രാപ്യ മഹാതേജാഃ ശന്തനു സാർവഭൗമികം. ശ്ലോകം 60 പ്രജാ വൈ പാലയാമാസ ധർമ്മദണ്ഡോ മഹീപതി. ജഗദംബികയെ ആരാധിച്ച് സ്വതേജസ്സുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് ആ രാജാവ് സ്വർഗം പൂകി. ഭൂമിയുടെ മുഴുവൻ ആധിപത്യം നേടിയ മഹാതേജസ്വിയായ ശന്തനു മഹാരാജാവ് ധർമ്മനിർവഹണത്തിൽ തൽപരനായി രാജ്യം ഭരിച്ചു. 60-ാമത്തെ ശ്ലോകം 30-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഇതി ശ്രീദേവീ ഭാഗവതേ ദ്വിതീയസ്കന്ധേ തൃതീയോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.